ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എമ്പുരാൻ്റെ ട്രെയിലർ ഇന്ന് രാവിലെ എണീറ്റ് കണ്ണ് തുറന്നപ്പോൾ നോക്കുമ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നു. അത്രയും ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇന്ന് ഈവനിങ് ആണ് ട്രെയിലർ റിലീസ് എന്നാണ്. അപ്പോൾ ഇതൊരു ട്രെയിലർ റെസ്പോൺസ് വീഡിയോ ആണ്. അല്ലാതെ ഈ ട്രെയിലർ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സൈഡിൽ വെച്ചിട്ട് അയ്യോ ഹോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി വിഡ്ഢിത്തരം കാണിക്കുന്ന ഫേക്ക് റിയാക്ഷൻ ഇടുന്ന വീഡിയോ അല്ല. അപ്പോൾ ട്രെയിലർ റെസ്പോൺസിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്ത ട്രെയിലർ. അബ്സല്യൂട്ട്ലി പിൻ പോയിന്റ് പെർഫെക്ഷൻ. നമ്മൾ ടീസർ കണ്ട സമയത്ത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. ആ ടീസർ നമുക്കറിയായിരുന്നു അത് ആ ഒരു ഫംഗ്ഷന് വേണ്ടി കട്ട് ചെയ്ത് ഒരു മിനിറ്റിൻ്റെ സംഭവം ആക്കിയെടുത്തൊരു സംഭവമാണ്. പക്ഷേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ട്രെയിലർ. ഇതാണ് ഞാൻ പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രെയിലറാണ് ഫൈനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. 3 മിനിറ്റ് 50 സെക്കൻഡ് ഉണ്ട് തോന്നുന്നു, 3.5 മിനിറ്റ് ഉണ്ട് തോന്നുന്നു ഓൾമോസ്റ്റ്, ഓഫ് അബ്സല്യൂട്ട് പെർഫെക്ഷൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള ക്യൂരിയോസിറ്റി എല്ലാ ക്യാരക്ടേഴ്സിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരാൾ മാത്രമല്ല നമ്മുടെ ഈ സ്റ്റീഫൻ എന്നുള്ള ഒരു സംഭവമാണ് ഈ ട്രെയിലറിൽ കുറേ കാണിച്ചത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഖുറേഷി എബ്രാഹിമിൻ്റെ ഒരു ക്യാരക്ടറിലെ ട്രേറ്റ്സും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്കെച്ചസും സംഭവങ്ങളെല്ലാം ഇതിൽ കാണിച്ചു വെക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ട്രെയിലർ മിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താ പറയണ്ടത്, ഇത് അത്രയും വലിയ സിനിമയാണ്. അതിൻ്റെ ഒരു ജോഗ്രഫി, അത് ട്രാവൽ ചെയ്യുന്ന സംഭവങ്ങൾ എല്ലാം ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം തൊട്ടിട്ട് തന്നെ അത്രയും സീൻസ് ഞാൻ കണ്ടതിൽ ഒരു പോയിന്റ് ഇൻപെർഫെക്ഷൻ ആ ട്രെയിലറിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണ നമ്മൾ ഹിന്ദി സിനിമയിലും ഷാരൂഖ് ഖാൻ്റെ സിനിമയിലും അല്ലെങ്കിൽ വിജയിൻ്റെ സിനിമയിൽ ആരല്ലോ വലിയ വലിയ സിനിമകളിലെല്ലാം ഇവർ വലിയ മാഗ്നം ഒപ്പസ് ട്രെയിലറെല്ലാം കാണിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തായ്ലൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യം, പിന്നെ കുറച്ച് ഗ്രീൻ സ്ക്രീനെല്ലാം ഇട്ട് ചെയ്ത കുറച്ച് സംഭവങ്ങളെല്ലാം ആയിരിക്കും. അതിലാണെങ്കിൽ ഭയങ്കര അബദ്ധമായിട്ടുള്ള കുറേ CGI എഫക്ട്സും കാര്യങ്ങളും, ഇപ്പോൾ ഹെലികോപ്റ്ററിലാണെങ്കിൽ അങ്ങനെ വിരലും കമ്പങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ ഒരു പോയിന്റ് ഇൻപെർഫെക്ഷൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഇൻപെർഫെക്ഷൻസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യത്തെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ സിനിമയാണെന്ന് ഞാൻ പറയും. ഇന്ത്യത്തെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ സിനിമ മെയ്ഡ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് പെർഫെക്ഷൻ വേ. അതാണ് എനിക്ക് ഈ ട്രെയിലറിനെ കൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻ. കിഡിലൻ. നമ്മുടെ ലൂസിഫർ എല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ട്രെയിലറിൻ്റെ ഒരു ഷെയ്ഡ്സ് ആണ് ഹാഫ് എ മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ എബ്രാം ഖുറേഷീൻ്റെ ലൈഫ് കാണിക്കുന്ന ട്രെയിലറിൻ്റെ സംഭവം കുറച്ച് ഇൻ്റർനാഷണൽ ആണ്. ആ ഇൻ്റർനാഷണൽ സംഭവങ്ങളും നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ പറ്റും. എന്തായാലും ഞാൻ ഈ ട്രെയിലർ 3-4 പ്രാവശ്യം ഇരുന്ന് കാണും. അങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് സിനിമ ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മുടെ റിവ്യൂസ് പടത്തിനെ കൊണ്ടുണ്ടാവും. അത് ഏറ്റവും അബ്സല്യൂട്ട്ലി കറക്റ്റ് രീതിയിലാണ് നമ്മുടെ റിവ്യൂ ഉണ്ടാവുക. ഒന്നും സംശയിക്കാനില്ല. പടം ഗ്രാഫ് അത് അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഉറപ്പിച്ചോ ഒരു 350 കോടി ഉറുപ്പ്യ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കും. ഗ്രോസ് ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്താണ് ഈ റിവ്യൂ കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഡൗൺ ബിലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെയാണ് ഈ സിനിമയെ കൊണ്ടുള്ള എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളെല്ലാം വെച്ച്. കാരണം അത്രയും ആൾക്കാർ എക്സ്പെക്ടേഷൻ ഉണ്ട്. മലയാളത്തെ ഏറ്റവും വലിയ വർക്ക്, ദ ബിഗ്ഗസ്റ്റ് വർക്ക് എവർ ഡൺ ബൈ ലാലേട്ടൻ, ഓൾസോ ഹിസ് ബിഗ്ഗസ്റ്റ് മൂവി. പൃഥ്വിരാജ്, ഹാറ്റ്സ് ഓഫ് മാൻ, യു ഹാവ് മെയ്ഡ് എ ഗ്രേറ്റ് വർക്ക്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ എല്ലാ സിനിമയും, ലൂസിഫർ ആയിക്കോട്ടെ, ഈവൻ ബ്രോഡ് ആഡ് വരെ ഞാൻ എൻജോയ് ചെയ്ത് 2-3 പ്രാവശ്യം OTT വന്നുകൊണ്ട് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടും ഒക്കെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ട്രെയിലറിനെ കൊണ്ട് തോന്നിയിട്ടുള്ളത്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഇതിലൊരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഔട്ട് ബിലോ കേട്ടോ. അതും കൂടി ഇട്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരും. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.